ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ വന്ന 2 അതിഥികളെക്കുറിച്ചാണ് കേട്ടോ. ഇന്നലെ ഹോളിൽ ഇരുന്നപ്പം ഒരു സൗണ്ട് കേട്ട് ആദ്യം നമ്മൾ വിചാരിച്ച് പുറത്തുനിന്നാന്നോർത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി നോക്കി കേട്ടോ. പുറത്തിറങ്ങി നോക്കിയപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നില്ല. വീണ്ടും വാതിലടച്ച് നമ്മൾ അകത്ത് കയറി ശ്രദ്ധിച്ചപ്പോൾ സീലിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നതെന്ന് തോന്നി. അന്നേരം ഇപ്പോൾ എന്തോ ഇങ്ങനെ സീലിങ്ങിൻ്റെ മുകളിലൂടെ ഉരഞ്ഞു പോകുന്നൊരു ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പാമ്പാണെന്ന് സംശയിച്ചു. ചേട്ടൻ ചെറിയൊരു വടിയെടുത്തൊന്ന് സീലിങ്ങിട്ട് കൊട്ടിയപ്പോൾ അത് ഇഴഞ്ഞു പോകുന്നതിൻ്റെ ശബ്ദം കേട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ മനസ്സിലായി സീലിങ്ങിൻ്റെ മുകളിൽ പാമ്പുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ആദ്യമേ അതിനെ കുറേ പുറത്ത് ചാടിക്കാനൊക്കെ നോക്കിയെങ്കിലും പക്ഷെ നടന്നില്ല കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഫോറസ്റ്റുകാരെ കോൺടാക്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഫോറസ്റ്റുകാരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ നമുക്ക് റാപ്പിഡ് റെസ്ക്യൂ ടീമിൻ്റെ നമ്പർ തന്നു. നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തു. വണ്ടമ്പതാലിൽ നിന്നാണ് അവർ വരുന്നത്. അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും അവരെ വിളിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പാമ്പിൻ്റെ വാല് സീലിങ്ങിൻ്റെ ഇടയിലൂടെ കുറച്ച് പുറത്തോട്ട് വന്നു, ഹോളിൻ്റെ അകത്തോട്ട് വന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ഇഴയുന്ന ശബ്ദം കേൾക്കുന്നു. എന്നാൽ ഈ വാലൊട്ട് അനങ്ങുന്നുമില്ല. അങ്ങനെ നമുക്കൊരു സംശയം വന്ന് പിന്നെയും നമ്മൾ നോക്കിയപ്പോൾ എഴയുന്ന ശബ്ദം കേട്ടു. അപ്പോൾ നമുക്കൊരു സംശയം തോന്നി, വേറൊരു പാമ്പ് കൂടി ഉണ്ടോ എന്നൊരു സംശയം തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എവിടെയാണോ വാല് കണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും രണ്ടാമത്തെ വാല. അങ്ങനെ നമുക്ക് മനസ്സിലായി സീലിങ്ങിന് മുകളിൽ 1 അല്ല 2 പാമ്പുണ്ടെന്ന്. അങ്ങനെ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അവർ വന്നപ്പോഴത്തേക്കും ഒരു പാമ്പ് മെല്ലെ ടെറസിൻ്റെ മണ്ടയിൽ കയറിയായിരുന്നു കേട്ടോ. ടെറസിൻ്റെ മണ്ടയിൽ കയറി അതിന് നമുക്ക് പുറത്തോട്ട് വിടാൻ പറ്റത്തില്ല, കാരണം നമ്മൾ അവരെ വിളിച്ചു പോയി. പിന്നെ അതിനെ ഒരു വിധത്തിൽ അവിടെ തന്നെ നമ്മളൊന്ന് സ്റ്റേ ആക്കി. അവർ വന്നു, അതിനെ പിടിച്ചു. രണ്ടാമത്തേനെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തേനെ പിടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വാർക്ക കഴിഞ്ഞ ഷീറ്റ് ഉണ്ടായിരുന്നു. ആ ഷീറ്റൊക്കെ പൊളിച്ച് മാറ്റിയാണ് നമ്മൾ സീലിങ്ങിൻ്റെ അവിടെ നിന്ന് പാമ്പിനെ പിടിച്ചത് കേട്ടോ. പക്ഷേ അവർക്ക് പാമ്പിനെ പിടിക്കാൻ കിട്ടിയില്ല. അവർ ഷീറ്റൊക്കെ മാറ്റിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് എയർ ഹോളിൽ കൂടെ പാമ്പ് പുറത്തേക്ക് ചാടിയായിരുന്നു. ലാസ്റ്റ് ചേട്ടൻ കണ്ട് പെട്ടെന്ന് അതിനെ പിടിച്ചു കേട്ടോ. അവരത് പിടിച്ചു. പക്ഷേ വിഷമില്ലാത്തൊരു ഇനമാണെന്ന് പറഞ്ഞു. അവർക്കതിൻ്റെ പേര് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നലെ നമുക്ക് അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് കയറി വന്ന 2 അതിഥികളായിരുന്നു. ഒരു 2-2.5-3 മണിക്കൂറോളം നമ്മളെ ഒന്ന് ആകാംക്ഷഭരിതരാക്കി എന്നൊക്കെ പറയാം. അപ്പം ഇന്നത്തെ വീഡിയോക്കകത്ത് ഇതാണ്. അപ്പോൾ അവർ വന്ന് അത് 2 പിടിച്ചുകൊണ്ട് പോയി കേട്ടോ. അവർ രണ്ടാമത്തേനെ പിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ആദ്യം നമ്മുടെ ഹോളിൽ വന്ന് വാല് കാണുന്ന അതുവഴി എടുക്കാൻ നോക്കിയെങ്കിലും പക്ഷെ നടന്നില്ല. അതിന് ശേഷമാണ് മുകളിൽ ടെറസിൻ്റെ മുകളിൽ ചെന്ന് ഷീറ്റൊക്കെ മാറ്റി അതുവഴി എടുക്കാൻ നോക്കിയത്. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ എത്രയും വേഗം അവർ ഇവിടെ എത്താൻ നോക്കിയിരുന്നു കേട്ടോ. അപ്പം മാക്സിമം സമയം കളയാതെ ഇവിടെ അവരെത്തി അതിനെ പിടിച്ചുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വിശേഷം അതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി മറിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക.